ബയോടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. പാർട്ട് 2-ൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ബേസ്ഡ് ഓൺ പ്ലെയിൻ ഓഫ് ഡിവിഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ടിഷ്യൂ, എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞു പോവാം. ടിഷ്യൂ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ഹാവ് എ കോമൺ ഒറിജിൻ, സിമിലർ സ്ട്രക്ചർ ആൻഡ് സെയിം ഫങ്ഷൻ. ദാറ്റ് ഈസ് ടിഷ്യൂ. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഓർ മെരിസ്റ്റം is a group of immature and undifferentiated cells which remain in a state of continuous division. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്? ഇമ്മച്വർ സെൽസിൻ്റെ ഗ്രൂപ്പാണ്, അൺഡിഫറൻഷ്യേറ്റഡ് സെൽസ് ആണ്, എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസ് ആണ്. ഇനി ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. Based on the origin and method of development, meristems are classified into promeristem or primordial meristem, primary meristem and secondary meristem. Promeristem എന്താണെന്ന് നോക്കാം. Promeristem is also known as primordial meristem or embryonic meristem. Embryonic meristem എന്ന് പറയാൻ കാരണം they are embryonic in origin. It occurs in those regions where an organ or a part of a plant body is initiated. എവിടെയാണ് ഒരു പ്ലാന്റിന്റെ ഓർഗൻ, ഒരു പ്ലാന്റിലെ ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്നത്, അവിടെയാണ് നമുക്ക് പ്രോമെരിസ്റ്റം കാണാൻ വേണ്ടി സാധിക്കുക. ഇൻ ആൻ എംബ്രിയോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ടിപ്പ് ഓഫ് പ്ലമ്യൂൾ ആൻഡ് റാഡിക്കിൾ. എംബ്രിയോയുടെ കേസിലാണെങ്കിൽ പ്ലമ്യൂളിൻ്റെയും റാഡിക്കിളിൻ്റെയും ടിപ്പിലാണ് നമുക്ക് പ്രോമെരിസ്റ്റത്തെ കാണാൻ സാധിക്കുക. ഇവിടെ പിക്ചറിൽ നോക്കുക, പ്ലമ്യൂൾ ആൻഡ് റാഡിക്കിൾ കാണിച്ചിരിക്കുന്നു. അപ്പോൾ പ്രോമെരിസ്റ്റം എവിടെയാണ് കാണുന്നത്? ടിപ്പ് ഓഫ് പ്ലമ്യൂൾ ആൻഡ് റാഡിക്കിൾ. എന്താണ് പ്ലമ്യൂൾ? പ്ലമ്യൂളിൽ നിന്നാണ് ഷൂട്ട് സിസ്റ്റം അറൈസ് ചെയ്യുന്നത്, റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് സിസ്റ്റം അറൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ടിപ്പിലാണ് നമുക്ക് പ്രോമെരിസ്റ്റം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇൻ ഗ്രോയിങ് പ്ലാന്റിലാണെങ്കിൽ ടിപ്പ് ഓഫ് ഷൂട്ട്സ് ആൻഡ് റൂട്ട്സ്, ഇറ്റ് ഈസ് ഇൻ അറ്റ് ദ ടിപ്പ് ഓഫ് shoots. Next one is primary meristem. എന്താണ് primary meristem? Originate from promeristem during the embryonic stage. Embryonic stageൽ പ്രോമെരിസ്റ്റത്തിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് primary meristem. It's seen at the apices of root, shoot and leaf primordia. It is concerned with the formation of primary permanent tissues of the plant body. Primary permanent tissues ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് primary meristem. It gives rise to various tissues and organs. Various tissuesഉം organsഉം ഒക്കെ ഫോം ചെയ്യുന്നത് primary meristemത്തിൽ നിന്നാണ്. For example, a promeristem at the apice of shoot give rise to protoderm, procambium and ground meristem. പ്രോട്ടോഡേമിൽ നിന്നാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഫോം ചെയ്യുന്നത്. പ്രോകാമ്പിയത്തിൽ നിന്നാണ് പ്രൈമറി വാസ്കുലർ ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ഗ്രൗണ്ട് മെരിസ്റ്റത്തിൽ നിന്നാണ് കോർട്ടെക്സും പിത്തും ഫോം ചെയ്യുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തത് നോക്കാം. പ്രോകാമ്പിയം, ഇവിടെ ഗ്രൗണ്ട് മെരിസ്റ്റം, പ്രോട്ടോഡേം കാണാം. ഇവയിൽ നിന്നുമാണ് ബാക്കിയുള്ള എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, പ്രൈമറി വാസ്കുലർ ടിഷ്യൂസ്, കോർട്ടെക്സും പിത്തൊക്കെ ഫോം ചെയ്യുന്നത് ഇവയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടോഡേമിനെയും പ്രോകാമ്പിയത്തെയും ഗ്രൗണ്ട് മെരിസ്റ്റത്തെയും നമുക്ക് പ്രൈമറി മെരിസ്റ്റത്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. എന്താണ് കാരണം? ഇവയിൽ നിന്നാണ് മറ്റ് പെർമനന്റ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ ടിഷ്യൂസിനെ നമുക്ക് പ്രൈമറി മെരിസ്റ്റം എന്ന് വിളിക്കാം? പ്രൈമറി പെർമനന്റ് ടിഷ്യൂസ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന മെരിസ്റ്റത്തെയൊക്കെ നമുക്ക് പ്രൈമറി മെരിസ്റ്റം എന്ന് വിളിക്കാം. പെർമനന്റ് ടിഷ്യൂസ് ആയ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം,
പ്രൈമറി വാസ്കുലർ ടിഷ്യൂസ് കോർട്ടെക്സ് ആൻഡ് പിത്ത് ഒക്കെ ഫോം ചെയ്യാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് പ്രോട്ടോഡേം, പ്രോകാമ്പിയം, ഗ്രൗണ്ട് മെരിസ്റ്റം. അപ്പോൾ ഇവയെ നമുക്ക് പ്രൈമറി മെരിസ്റ്റം എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി മെരിസ്റ്റം. എന്താണ് സെക്കൻഡറി മെരിസ്റ്റം? ഡെവലപ്പ് ഫ്രം പ്രൈമറി പെർമനന്റ് ടിഷ്യൂസ് ബൈ റിഗെയിനിങ് ദ പവർ ഓഫ് ആക്റ്റീവ് സെൽ ഡിവിഷൻ. അതായത് ഓൾറെഡി പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്ന് ഫോം ചെയ്ത പ്രൈമറി പെർമനന്റ് ടിഷ്യൂസ് ഉണ്ടാവുമല്ലോ, അവ റിഗെയിനിങ് ദ പവർ ഓഫ് ആക്റ്റീവ് സെൽ ഡിവിഷൻ, എഗെയിൻ ആക്റ്റീവ് സെൽ ഡിവിഷനുള്ള പവർ അറ്റൈൻ ചെയ്യുകയും പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അത്തരം സെൽസ് ആണ് സെക്കൻഡറി മെരിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. Secondary meristem arise in plant organs whenever and wherever they are needed. എവിടെ എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോഴൊക്കെ പ്രൈമറി പെർമനന്റ് ടിഷ്യൂവിൽ നിന്ന് പുതിയ സെൽസ് ഫോം ചെയ്യുന്നു. ആ സെൽസ് ആക്റ്റീവ് ആയിട്ടുള്ള സെൽ ഡിവിഷനിലുള്ള കഴിവ് അറ്റൈൻ ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ഓർഗൻ അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഏതെങ്കിലും ബോഡി റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നതാണ് സെക്കൻഡറി മെരിസ്റ്റം. ഫോർ എക്സാമ്പിൾ, വാസ്കുലർ കാമ്പിയം ഒറിജിനേറ്റ് ഫ്രം ഇന്റർഫെസിക്കുലർ റീജിയൻ ഇൻ ഡൈക്കോട്ട് ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത്. അതായത് സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഇന്റർഫെസിക്കുലർ റീജിയൻ, അതായത് ഇന്റർഫെസിക്കുലർ റീജിയൻ എന്ന് പറയുമ്പോൾ പ്രൈമറി പെർമനന്റ് ടിഷ്യൂസ് ആണ്. ഈ ടിഷ്യൂവിൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നു? വാസ്കുലർ കാമ്പിയം ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെക്കൻഡറി മെരിസ്റ്റം ഏതാണ്? വാസ്കുലർ കാമ്പിയം ആണ്. കോർക്ക് കാമ്പിയം ഫോം ഫ്രം കോർട്ടെക്സ് ഡ്യൂറിങ് പെരിഡേം ഫോർമേഷൻ. റൂട്ട് കാമ്പിയം, കോർക്ക് കാമ്പിയം, ഇന്റർഫെസിക്കുലർ കാമ്പിയം ഒക്കെ നമുക്ക് സെക്കൻഡറി മെരിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവയൊക്കെ എങ്ങനെ ഫോം ചെയ്യുന്നു? യെസ്, റിഗെയിനിങ് ദ പവർ ഓഫ് ആക്റ്റീവ് സെൽ ഡിവിഷൻ. ചില ഏരിയയിൽ ഡീഡിഫറൻസിയേഷൻ നടന്നിട്ട് പുതിയ സെൽസ് മെരിസ്റ്റംസ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് classification of meristem based on the plane of cell division. First one is rib meristem. എന്താണ് റിബ് മെരിസ്റ്റം എന്ന് നോക്കാം. സെൽസ് ഡിവൈഡ് ഓൺലി ആന്റിക്ലൈനലി. റിബ് മെരിസ്റ്റത്തിനകത്ത് സെൽസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഓൺലി ആന്റിക്ലൈനലി. എന്താണ് ആന്റിക്ലൈനൽ ഡിവിഷൻ? യെസ്, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് സെൽ ഡിവിഷൻ. പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് സെൽ ഡിവിഷൻ. ഇവിടെ ആന്റിക്ലൈനൽ ഡിവിഷൻ നമുക്ക് കാണാം. പ്ലെയിൻ ഓഫ് സെൽ ഡിവിഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെൽസ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ആന്റിക്ലൈനൽ ഡിവിഷൻ എന്ന് വിളിക്കാം. ഇൻ കേസ് ഓഫ് റിബ് മെരിസ്റ്റം, സെൽസ് ഡിവൈഡ് ഓൺലി ആന്റിക്ലൈനലി. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് കാമ്പിയം ആൻഡ് കോർക്ക് കാമ്പിയം. കാമ്പിയവും കോർക്ക് കാമ്പിയം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് റിബ് മെരിസ്റ്റം ആണ്. ഇവിടെ നോക്കുക, റിബ് മെരിസ്റ്റത്തിന് മറ്റൊരു എക്സാമ്പിൾ. എപ്പിക്കൽ ഇനീഷ്യൽസ് ഇവിടെ കാണാം. സെൻട്രൽ മദർ സെൽ ഇവിടെ കാണാം. ഈ സെൻട്രൽ മദർ സെല്ല് ആന്റിക്ലൈനലി മാത്രം ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഇവിടെ റിബ് മെരിസ്റ്റം. ഈ ഏരിയയാണ് റിബ് മെരിസ്റ്റം. നെക്സ്റ്റ് വൺ ഈസ് പ്ലേറ്റ് മെരിസ്റ്റം. എന്താണ് പ്ലേറ്റ് മെരിസ്റ്റം? In plate meristem, cell divide both anticlinally and periclinally. It gives rise to a plate-like increase in cell mass. It plays an important role in development of leaves. ഇവിടെ നമുക്കൊരു ഫിഗർ നൽകിയിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് ലീഫ് ഇനീഷ്യൽ സ്റ്റേജിൽ. ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻ എപ്പിഡെർമിസ് ദ സെൽസ് ഡിവൈഡ്സ് പെരിക്ലൈനലി ആൻഡ് ആന്റിക്ലൈനലി. ഇവിടെ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുകയാണ് പെരിക്ലൈനൽ ഡിവിഷൻ. എന്താണ് പെരിക്ലൈനൽ ഡിവിഷൻ? The cells divide parallel to the plane of cell division. In case of anticlinal division, the cells divide perpendicular to the plane of division.
ഇങ്ങനെ ആൻറ്റിക്ലൈനലി ആൻഡ് പെരിക്ലൈനലി ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ബൾജ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് പ്ലേറ്റ് മെരിസ്റ്റം. ഇവിടെ സെൽസ് ഇൻക്രീസ് ചെയ്ത് ഒരു പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഈ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്നാണ് ലീഫിൻ്റെ പീറ്റിയോളും ലാമിനയും ഒക്കെ പിന്നീട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് ലീവ്സ് ഏർലി ഡെവലപ്മെൻറ്റിൽ ഒരു മേജർ റോളാണ് ആർക്കുള്ളത്? പ്ലേറ്റ് മെരിസ്റ്റത്തിനുള്ളത്. തേർഡ് വൺ ഈസ് മാസ് മെരിസ്റ്റം. എന്താണ് മാസ് മെരിസ്റ്റം? പേര് പോലെ തന്നെ whose cells divide in all planes resulting in massive tissue development. എല്ലാ പ്ലെയിനിലും സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മാസ് ഓഫ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. It plays an important role in early development of endosperm, sporangia, cortex and pith. ഇവിടെയൊക്കെ ഒരു മാസ് ഓഫ് സെൽസ് ഫസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അതിനുശേഷമാണ് ബാക്കിയുള്ള ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ അത്തരം മാസ് ഓഫ് സെൽസ് നീഡായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മാസ് മെരിസ്റ്റമാണ് ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, കോർട്ടെക്സിൻ്റെയും പിത്തിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്, ഏർലി ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് മാസ് മെരിസ്റ്റമാണ് അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. ദെൻ നമുക്ക് ക്ലാസ് സമ്മറൈസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം പാർട്ട് 1ഉം പാർട്ട് 2ഉമായിട്ട് മൊത്തത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം ബേസ്ഡ് ഓൺ ഒറിജിൻ, പൊസിഷൻ ആൻഡ് പ്ലെയിൻ ഓഫ് ഡിവിഷൻ. മെരിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി, ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു. ദെൻ ഒറിജിൻ്റെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്? It is classified into promeristem, primary meristem and secondary meristem. And based on their position, it is classified into apical meristem, intercalary meristem and lateral meristem. And based on the plane of division, it is divided into mass meristem, plate meristem and rib meristem. എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും